നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗിൽ തുടക്കം തന്നെ ന്യൂ ഇയർ 1-2 ദിവസങ്ങളിൽ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്പുകളാണ് കേട്ടോ. അപ്പം ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. 1-ാം തീയതി വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ട് അങ്ങനെ നേരെ വീട്ടിൽ പോയി. പിറ്റേ ദിവസം മന്നം ജയന്തി ആയതുകൊണ്ട് സ്കൂൾ അവധിയാണല്ലോ. അപ്പം രാവിലെ പോന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ഉണ്ണി മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. സാധാരണ മുടി വെട്ടിക്കഴിഞ്ഞാലാണ് അവൻ വീഡിയോയിൽ തല കാണിക്കാനായിട്ട് സമ്മതിക്കാറുള്ളത്. പൊന്നുവിന് അന്ന് രാവിലെ എന്തോ മീറ്റിങ്ങോ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കുറച്ച് നേരം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേരത്ത് ഞാനും പൊന്നിൻ്റെ കുട്ടിയും കൂടിയിട്ട് ചില്ലിയാണ് കേട്ടോ. അവനിങ്ങനെ ക്യാമറയൊക്കെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പക്ഷെ മൊബൈൽ മാത്രമേ എടുക്കാൻ എനിക്ക് ധൈര്യമുള്ളൂ. ക്യാമറ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ട് തട്ടി കഴിഞ്ഞാൽ നിലത്ത് വീഴും. അപ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ വീട്ടിൽ പോകുമ്പം ക്യാമറ എടുക്കാറില്ല. അപ്പോൾ 11 മണി ആകുമ്പോഴത്തേനും ചോറ് അമ്മ പറഞ്ഞു ഊണയിച്ചിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ പഴയടത്തുനിന്ന് ചോറ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കഴിച്ചിട്ടാണ് പിന്നെ അങ്ങനെ വീട്ടിൽ പോയത് കേട്ടോ. അപ്പം നല്ലൊരു ന്യൂ ഇയർ ആയിരുന്നു. കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് തുള്ളി നല്ല എൻജോയ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു വീട്ടിൽ. 2 ദിവസം ഉണ്ടായില്ല, ഒരു പകുതി ദിവസം. അപ്പം ഇത് അതിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അവിലെടുത്ത് നനയ്ക്കുകയാണ്. ഇപ്പം ദോശയ്ക്ക് അരയ്ക്കാനിടാനായിട്ട് അവിൽ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് അവിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ ശർക്കരയൊക്കെ ഇട്ടിട്ട് വിളയിച്ചെടുക്കില്ലേ, അപ്പം അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷെ അതിനുള്ള സാവകാശമൊന്നും കിട്ടിയില്ല. അവിൽ കഴിക്കാനായിട്ട് നമുക്ക് എന്താ പറയുക, ചില നേരത്ത് ഭയങ്കര കൊതി വരും, വിശന്നൊക്കെ ഇരിക്കില്ല. അപ്പം അവിൽ കഴിക്കാനായിട്ട് ഞാൻ തോന്നും. അപ്പം ഞാൻ കുറച്ച് തേങ്ങയും പിന്നെ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തേങ്ങ വെള്ളം ഉണ്ടല്ലോ, തേങ്ങ ഉടച്ച വെള്ളം, അപ്പം അതും കൂട്ടി ഇട്ടൊന്ന് അവിൽ നനച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചുവിന് അങ്ങനെ വലിയ ഇഷ്ടമില്ല അവിൽ നനഞ്ഞിട്ട് കഴിക്കുന്നത്. ശർക്കരയൊക്കെ ഇട്ടിട്ട് വിളയിച്ച് കഴിക്കുന്നതാണ് അച്ചുവിന് ഇഷ്ടം കേട്ടോ. അപ്പോൾ എനിക്കും ഉണ്ണിക്കും കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുന്നത്. ഞാൻ അവിൽ കഴിക്കാനുള്ള കൊതി കൊണ്ട് കുറേ അധികം എടുത്തു കേട്ടോ. കുറേ എടുത്ത് നനച്ച് വെച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചത് ഞാനും ഉണ്ണിയും കൂടിയിട്ട് അതങ്ങനെ തീർക്കുന്നതാണ്. ഞങ്ങൾ വലിയ കാര്യത്തിൽ ഈ കഴിക്കാനൊക്കെ ഇരുന്ന് വെച്ചാലും ഞങ്ങൾ 2 പേർക്കും കൂടിയിട്ട് തീർക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഉണ്ടായത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് ചില സാധനങ്ങളോടോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോടോ ഭയങ്കര ആക്രാന്തം എന്നൊക്കെ പറയില്ലേ, തോന്നും. പക്ഷേ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളത് ഭക്ഷണമാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്കത് മുഴുവനായിട്ട് എന്താ പറയുക സ്വീകരിക്കാൻ കഴിയില്ല. ഭക്ഷണമായാലും എന്തായാലും. അപ്പം ഈ ചെറിയ കാര്യങ്ങളായാൽ പോലും നമ്മൾ അത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കണം. ഇന്ന് ഞാനിപ്പോൾ അവിൽ കൂടുതൽ എടുത്ത പോലെ തന്നെ. അപ്പോൾ അവിലെടുത്തിട്ട് ഫ്രിഡ്ജിൽ പാത്രത്തിൽ അടച്ചു വെച്ചു. എന്നിട്ട് ഞാനിതാ വേഗം അടുക്കളയിൽ അപ്പത്തെ പാത്രങ്ങൾ അപ്പം കഴുകി കഴിഞ്ഞാൽ ലോഡ് ആവണത് ഒഴിവാക്കാം. എനിക്കുണ്ടല്ലോ ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ പാത്രം കഴുകൽ കേട്ടോ. ഒരു 3 പാത്രം അടുപ്പിച്ച് കഴുകാനുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക വിഷമം വരും. അപ്പോൾ ഇതിങ്ങനെ അപ്പം കഴുകി വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. ചോറ് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇവിടെ ചോറ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വല്ലാണ്ട് ഇന്ന് കഴിക്കില്ല. ഞാൻ തന്നെ ആയിരിക്കും ചോറ് മുഴുവൻ കഴിച്ച് തീർക്കണ ആൾ. വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പിന്നെ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ആവും ചോറ് തീരുക. കുട്ടികൾക്ക് ചപ്പാത്തിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. മിക്കവാറും വൈകുന്നേരങ്ങളിൽ ചപ്പാത്തി ആയിരിക്കും ഉണ്ടാക്കുക. അപ്പം ചോറ് ഇതുപോലെ രാവിലെ വെച്ച് കഴിഞ്ഞാൽ എത്ര കുറച്ചേ വെക്കുകയെന്നറിയോ, എന്നാലും അത് ബാക്കിയായി ഞാൻ വെള്ളം ഒഴിച്ചിടും. പിറ്റേ ദിവസം അത് തിളപ്പിച്ച് വറുത്തിട്ട് ഞാൻ തന്നെ കഴിക്കും. പണ്ടൊക്കെ വീട്ടിൽ ഇതുപോലെ വെള്ളച്ചോറൊക്കെ അമ്മ ഇരുന്ന് കഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എങ്ങനെ ഇതൊക്കെ കഴിക്കണേന്ന്. നമ്മൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വീട് നോക്കുമ്പോഴൊക്കെയാണ് ഇതുപോലെ ഭക്ഷണം ബാക്കിയാകുമ്പം നമുക്കത് കളയാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് തീർക്കാൻ നോക്കും. അപ്പോൾ കുറച്ചധികം ജോലികൾ കിടക്കാനുണ്ടായിരുന്നു, തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരം അന്ന് പോയപ്പം അന്ന് ഞാൻ തുണി തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പുറത്തിട്ടിട്ട് പിന്നെ വരണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതെല്ലാം 2 ദിവസത്തെ ലോഡ് തുണികൾ കഴുകാനുണ്ടായിരുന്നു, പിന്നെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ പണികളൊക്കെ അങ്ങോട്ട് വേഗം ചെയ്ത് തീർക്കുകയാണ്.
എൻ്റെ വാഷിംഗ് മെഷീൻ കേടായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കഴുകിയതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒന്ന് മേലെ കഴുകി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടാണ് ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണേ കേട്ടോ. ഈ മെഴുകുതിരി ഉണ്ടല്ലോ കത്തിച്ച് വയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഒരു ചെറിയതായിട്ടൊരു സെൻറ്റുള്ള ഒരു മെഴുകുതിരിയാണേ. അപ്പോൾ നല്ലൊരു മണമാണ്, ഒരു ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് അതിന്. അപ്പോൾ നമ്മളിങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണം, നമ്മുടെ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ കൂട്ടാൻ വെക്കാനായിട്ട് കാര്യമായിട്ട് നോക്കിയപ്പോൾ ഒക്കെ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു രസം വെച്ചാലോ എന്ന്. എനിക്ക് ചോറിൻ്റെ കൂടെ രസം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്തൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു രസം. ഇപ്പോൾ വളരെ അടുത്ത് ഏകദേശം ഒരു 4-5 കൊല്ലമായിട്ടുള്ളൂ ഞാൻ രസം കൂട്ടി കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നമ്മൾ ഈ സദ്യക്കൊക്കെ പോകുമ്പോൾ രസം കൊണ്ടുവരുമ്പം വേണ്ട ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കാത്ത ആളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തന്നെ വെക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെച്ചത് മാത്രം കേട്ടോ, പുറത്തുനിന്നൊന്നും എനിക്കിഷ്ടമില്ല. ഞാൻ വെച്ച രസം എനിക്കിഷ്ടമാണ്. അപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് അവർക്ക് കോഴിമുട്ട പുഴുങ്ങാൻ വെക്കാൻ കേട്ടോ. ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു വട്ടത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ചാനലിലാണോ മറ്റു ചാനലിലാണോ എന്നൊക്കെ അറിയില്ല കേട്ടോ. അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണേ. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ റെസിപ്പി പറയാം. അപ്പോൾ രസത്തിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി എടുക്കില്ല ഞാൻ. അപ്പോൾ ഞാൻ എന്തായാലും ചെറിയ ജീരകവും പിന്നെ കുരുമുളകും പിന്നെ ഒരു ഉണക്ക മുളകും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. പിന്നെ ഇന്ന് രസം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ സാധാരണ രസം ഉണ്ടാക്കണ ആ ഒരു മെത്തേഡിലല്ല, ഒക്കെ ഒരു വാലും മൂടും ഇല്ലാത്ത പോലെയാണ് ഇന്ന് ഉണ്ടാക്കിക്കണേ. ഞാനൊരു റെസിപ്പി കണ്ടിട്ട് പരീക്ഷിച്ച് നോക്കിയതാട്ടോ. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ തക്കാളി ഒന്ന് എന്താ പറയുക, എത്രയോ നമുക്ക് രസം വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് തക്കാളി എടുത്തിട്ട് ഒന്ന് വേവിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുത്തിട്ട് ആ കരടെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രമാക്കിയിട്ട് വെക്കണം. അപ്പം അതേപോലെ ഞാനും ചെയ്ത് നോക്കിയിട്ടോ. സാധാരണ ഞാൻ എങ്ങനെയാണ് രസം ഉണ്ടാക്കുക വെച്ചാൽ തക്കാളി നല്ല പൊടിയാക്കി അരിഞ്ഞിട്ട് അപ്പം രസത്തിനൊരു കട്ടി ഉണ്ടാവും. ഇതിപ്പം തക്കാളി മുഴുവൻ അതിനെടുത്ത് മാറ്റി തക്കാളിയുടെ ആ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ ചൂടാക്കി എടുത്തതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുരുമുളക് പൊടി എൻ്റെ അടുത്ത് പൊടിയാക്കിയിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. പിന്നെ ഇത് രസപ്പൊടിയാണ് കേട്ടോ. അച്ചുവിൻ്റെ അടുത്ത് എന്തോ ഒരു സാധനം ഗരം മസാല എന്തോ മേടിക്കാനായിട്ട് വിട്ടിട്ട് അച്ചു മാറിയിട്ട് രസപ്പൊടി വാങ്ങിക്കൊണ്ടിരുന്നു. തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അതിവിടെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പം എന്തായാലും ഇന്നത് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ രസത്തിലേക്ക് ഞാൻ അത് ചേർത്തു കേട്ടോ. പിന്നെ നമ്മളെ കുഞ്ഞിപ്പാൻ അടുപ്പത്ത് വെച്ചിട്ട് കടുകും പിന്നെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചതും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് കായും ഒക്കെ കൂടി, കായം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോയിൽ വന്നിട്ടില്ല. ആ വറവിലേക്ക് തന്നെയാണ് ഞാൻ കായം ചേർത്തത്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രസം അങ്ങോട്ട് എടുത്തു. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ മല്ലിയുടെ ഇലയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. തട്ടിക്കൂട്ട രസം അത്രയേ ഉള്ളൂ. കുടിക്കാൻ വലിയ കുഴപ്പമില്ല. ചോറിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്ന രസം തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം, മുന്നേ ഉണ്ടാക്കുന്ന റെസിപ്പി. അപ്പോൾ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചത് വേഗം അതിൻ്റെ തൊണ്ടൊന്നെടുത്ത് കളയാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞില്ലേ മുന്നേ ഉണ്ടാക്കണ രീതിയിൽ, മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇത് കോഴിമുട്ട വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക, റോസ്റ്റ് എന്നൊക്കെ പറയാം. പുഴുങ്ങിയിട്ട് നമ്മൾ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉണ്ണി മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക ചെയ്യണം കേട്ടോ. നീളത്തിലോ വട്ടത്തിലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കുക. അതൊന്നും വേണമെന്നില്ല, ഷേപ്പൊന്നും വേണമെന്നില്ല. ഞാൻ നീളത്തിലാണ് അരിയാറ് കേട്ടോ. ഞാൻ കുട്ടികളെ പറ്റിക്കാറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയണം. കൂന്തൽ റോസ്റ്റാണെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ് ആദ്യം ഉണ്ടാക്കിയത്. അപ്പം അതൊന്നും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ഞാൻ ഇടയ്ക്ക് അവിടെ മുന്നേ ഉള്ളപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അരിഞ്ഞു വെച്ചിട്ട് അതൊന്ന് വേറെ പാത്രത്തേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ആ കട്ടിംഗ് ബോർഡും കത്തിയപ്പം തന്നെ കഴുകിയെടുത്തു. എന്നിട്ട് ഇതാ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, സബോള അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. പിന്നെ പച്ചമുളക്, തക്കാളി, നമ്മൾ സാധാരണ റോസ്റ്റ് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിലേക്കും വേണം. കറിവേപ്പിൻ്റെ ഇലയൊക്കെ അത്യാവശ്യത്തിന് അധികം ഇട്ട് കൊടുക്കുക കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും.
അപ്പം നമ്മൾ കോഴിമുട്ട നീളത്തിലായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ തക്കാളിയും സബോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം അതും കേട്ടോ, നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ നല്ല പൊടിയാക്കിയിട്ടാണ് അരിയണ വെച്ചാൽ, കോഴിമുട്ടയുടെ വെള്ളം അരിയണ വെച്ചാൽ അതേപോലെ തന്നെ ഉള്ളിയൊക്കെ അരിയാം. അപ്പം എല്ലാം കൂടെ കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ടാട്ടോ. നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതേപോലെ ഇരിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയല്ലേ, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്ന ഈ റെസിപ്പി ഞാനാണ് ആദ്യം പരീക്ഷിച്ച് നോക്കിയത് കേട്ടോ. കാരണം ഞാനിത് ആദ്യം യൂട്യൂബിൽ ഇട്ട സമയത്ത് ആരും ഈ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തിരുന്നു ഇത് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയാണെന്നൊക്കെ. ഇപ്പം ആരെങ്കിലുമൊക്കെ ഇട്ടുണ്ടാവും, ചിലപ്പം പറയാൻ പറ്റില്ല. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് പെരിഞ്ചീരകവും പിന്നെ ഒരു ഏലക്കായും കറുവപ്പട്ടയും പിന്നെ ബേ ലീഫും എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, സബോള എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് പിന്നെ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാൻ ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുന്ന ഒരു ബ്രൗൺ കളറൊക്കെ വരുന്നുണ്ട് അടിയിൽ. അപ്പോൾ അതൊന്ന് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം തക്കാളി സബോള നന്നായിട്ടൊന്ന് വേവുകയും ചെയ്യും. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ, ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മസാല മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ മസാലയൊക്കെ ഒന്ന് എന്താ പറയുക മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കോഴിമുട്ടയുടെ ഉണ്ണി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് യോജിപ്പിക്കുക ചെയ്യണം കേട്ടോ ഈ മസാലേനെ ആയിട്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്ന അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ ലാസ്റ്റ് അതൊന്ന് മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി. കുട്ടികൾക്കൊക്കെ എരിവ് കുറച്ചിട്ട് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ കൊടുത്തയക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഇടയിലൊക്കെ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെയും സാൻഡ്വിച്ചൊക്കെ പോലെ അങ്ങനെയൊക്കെ കഴിക്കാനും നല്ലതാണ്. സംഭവം അടിപൊളിയാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. മുട്ട ഇഷ്ടമുള്ള കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ്, അച്ഛനും ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് രസത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും ഇത് ഒത്തിരി ഇഷ്ടമായത് ഉണ്ണിക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും പിന്നെ ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാടി വന്നതിന് ശേഷം തേങ്ങ ചേർത്തിട്ട് അങ്ങനെ അതും കൂടെ ഒന്ന് മുപ്പിച്ച് കൊടുക്കുക കേട്ടോ. വറുത്തിട്ടുള്ള എന്താ പറയുക ചുട്ടെടുത്തിട്ടുള്ള ചമ്മന്തി ഇല്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട്. അപ്പം ഇതൊരു വേപ്പിലക്കട്ടയുടെയൊക്കെ ഒരു സ്വാദ് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അത് ഉണ്ടാക്കുമ്പം ഉണ്ടാവാറുള്ളത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ലോണം അങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ നമ്മൾ തേങ്ങ ചമ്മന്തി പോലെയല്ല. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു 4-5 ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് തേങ്ങ മൂത്ത് വരണം കേട്ടോ. എന്നിട്ട് ഒരു കഷ്ണം പുളിയും കൂടി ചേർത്തിട്ട് ഇനി ഇതിൽ വേറെ ഒന്നും വേണ്ട, വെള്ളമൊന്നും ചേർക്കണ്ട. നന്നായിട്ട് അങ്ങോട്ട് മിക്സിയിൽ പൊടിക്കണ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അത്ര വേണ്ടു കേട്ടോ. ഭയങ്കര സ്വാദാണ്. ഇത് മാത്രം മതി ചോറിക്ക്. ഈ ചമ്മന്തിയും ഒരു കടുമാങ്ങാച്ചാറും മാത്രം മതി കേട്ടോ. നല്ല സ്വാദാണ് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു, ഉപ്പും കൂടി ഒന്ന് അരയ്ക്കുകയാണ്. അപ്പോൾ ചമ്മന്തി റെഡിയായി. എനിക്ക് ചമ്മന്തിയിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ ചമ്മന്തി ഉരുള ഉരുട്ടുക എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഉരുള ഉരുട്ടാൻ. അപ്പോൾ ഇതാ ഉണ്ണിക്കുള്ള ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അവന് ഈ എഗ്ഗിൻ്റെ മസാല ഉണ്ടാക്കിയപ്പോൾ തന്നെ അടുക്കളയിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എത്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനുള്ള ചോറ് ആദ്യം തന്നെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ണിക്ക് അച്ഛനും കൂട്ടാൻ വേണമെന്ന് അങ്ങനെ അച്ഛനുണ്ട് കേട്ടോ ചെറുതായിട്ട്. മലൂഷിയൊക്കെ ഉണ്ടെച്ചെങ്കിൽ അച്ഛനും ഇഷ്ടമാണ്. അല്ലാണ്ട് നമ്മളിങ്ങനെ നിർബന്ധമായിട്ടും ഒരു ഒഴിച്ചുകറി വേണമെന്ന് അങ്ങനെ അവർക്കില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം. ഇപ്പം ഉപ്പേരിയൊക്കെ മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ അവരത് കൂട്ടി കഴിച്ചോളും. ഉണ്ണിക്ക് പ്രത്യേകിച്ചും കഴിച്ചോളും.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റെസിപ്പികൾ ഇതൊക്കെ മതിയോ എന്നുള്ളത് പറയാം. ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായിച്ചാൽ ലൈക്ക് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.